തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പ്രചാരണം തുടരുകയാണ്. വിമതർ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. പാലക്കാട് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന പ്രവർത്തകരെ കോൺഗ്രസ് പുറത്താക്കി. പാലക്കാട് DCC അംഗം കിദർ മുഹമ്മദ് ഉൾപ്പെടെ 9 പേരെയാണ് പുറത്താക്കിയത്. എലപ്പുള്ളി പഞ്ചായത്തിലെ 2 സിറ്റിംഗ് മെമ്പർമാരെയും പുറത്താക്കി. സീറ്റ് നിഷേധിച്ച DCC നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച കിദർ മുഹമ്മദ് ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. കോട്ടയം മുണ്ടക്കയത്ത് കേരള കോൺഗ്രസ് എമ്മിൽ CPM വിമതൻ പ്രചാരണം തുടങ്ങി. CPM ലോക്കൽ കമ്മിറ്റി അംഗം ജെയിംസ് ജോസഫാണ് ഇഞ്ചിയാനി വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. പാർട്ടി നടപടിയെ ഭയമില്ലെന്ന് ജെയിംസ് ജോസഫ് പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി ആവശ്യപ്രകാരം അവരുടെ പിന്തുണയോടെയാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അൽബി ടോം തോക്കനാട്ടാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി. മുന്നണി യോഗങ്ങളിൽ ഒരു എതിർപ്പും പറയാത്ത വ്യക്തിയാണ് പൊടുന്നനെ വിമതനായി മാറിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. നേരത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് ഞാനങ്ങനെ നിൽക്കാൻ താല്പര്യമെന്ന് പറഞ്ഞ ആള് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി പാർട്ടി വിരുദ്ധം ആണോ അല്ലയോ എന്നുള്ള കാര്യം ജനം തീരുമാനിക്കട്ടെ. തൃശൂർ മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെ കല്ലേറുണ്ടായി. ഇരിങ്ങാലക്കുട നഗരസഭ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി വിമി ബിജേഷിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.